ഐ തിങ്ക് വി ക്യാൻ ഓണസ്റ്റ്ലി സേ 2025 നമ്മളൊരു മറക്കാൻ വേണ്ടിയുള്ളൊരു ഇയർ പോലെയായി. ആർക്കും വേണ്ടാത്ത കുറേ കാര്യങ്ങളും നടന്നു, ആർക്കും വേണ്ടാത്ത കുറേ കാര്യങ്ങളും നടന്നു. ഇപ്പോൾ അതേ പെട്ടെന്ന് ജാനുവരി, ഇന്ന് December 31 ആയിരിക്കുകയാണ്. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ഇയർ ഞാൻ കളയാൻ വേണ്ടി നോക്കുന്ന സമയത്ത് വാട്ട് ആം ഐ തിങ്കിങ് അബൌട്ട് നെക്സ്റ്റ് ഇയർ 2026 കോണ്ടന്റ് ക്രിയേഷൻ, അത് ഇത് എല്ലാം ഉള്ളപ്പോൾ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, വാട്ട് ഈസ് മൈ ന്യൂ ഇയർ റെസൊല്യൂഷൻ. അത് വളരെ വളരെ സിമ്പിളായിട്ട് ഞാൻ 3 ലെറ്ററിൽ ഒതുക്കിയേക്കുകയാണ്. ദ 3 letters that define my new years is the 3 E's. So what are they? We'll definitely be discussing that now. Okay, so what is this 3 E's? എന്താണ് ഈ 3 letters signify ചെയ്യുന്നത്? Very very simple. Okay, so in case you are wondering what the 3 E's are, very simply it's eat, exercise and explore. So these are the 3 E's that I'll follow for 2026. Okay, so എന്തുകൊണ്ട് eat, എക്സ്പ്ലോർ ആൻഡ് എക്സസൈസ്, ഈ 3 കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഈ സാധനം ഉണ്ടാക്കാൻ ഭയങ്കര ആവേശമാണ്. നമ്മൾ ജിമ്മിൽ എല്ലാ ദിവസവും പോകും, നമ്മൾ ഡയറ്റ് എടുക്കും, നമ്മൾ പുതിയ ഹോബി തുടങ്ങും, അതെയും ഇതെയും അങ്ങനെ 150 കാര്യങ്ങൾ നമ്മൾ പ്രോമിസ് ചെയ്യും. പക്ഷെ 2 ദിവസത്തേക്കുള്ളത് പോവില്ല, കൂടി പോയ ഒരാഴ്ച ജിമ്മിൽ പോവും, അതവിടെ നിർത്തും. പക്ഷെ എനിക്ക് ഇപ്പം എല്ലാ ഹോബി എൻ്റെ മാറ്റുന്നില്ല. എനിക്ക് ജസ്റ്റ് 1, 2, 3 ഹോബീസ് അത് ഒന്ന് ഫിക്സ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ കാര്യമായിട്ട് ചേഞ്ചസ് എന്ന് പറയാനായിട്ട് ആകെ 2, 3 കാര്യങ്ങൾ ചെയ്താൽ മതി. ആ 3 കാര്യങ്ങൾ ഓരോ വർഷം ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു 1 year ഫുൾ ആ ഒരു റെസൊല്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് മോർ ഈസിയർ ടു അറ്റ്ലീസ്റ്റ് ഡു 1. ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാൻ പറ്റിയാൽ മതി. അങ്ങനെ നമ്മൾ ജീവിക്കുന്ന അത്ര നല്ല. ഇപ്പം നമ്മൾ ദൈവം സഹായിച്ച് ഒരു 50 കൊല്ലം ജീവിച്ചെന്ന് വിചാരിച്ചു, ഇനിയും 50 കൊല്ലം. അപ്പം ഞാനൊരു 76 ആകുമ്പോൾ എല്ലാ വർഷവും ഓരോ കാര്യം ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ എവിടം വരെ എത്തും. സോ അതുകൊണ്ടാണ് ഞാൻ ഈ വർഷം ജസ്റ്റ് 3 തിങ്സ് ചെയ്യുന്നത്. സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ വൈ ഈ 3 കാര്യങ്ങൾ ആൻഡ് വാട്ട് ഐ എം ഗോയിങ് ടു ഡു വിത്ത് ദം. ഓക്കെ, സോ വൈ ദ ഫസ്റ്റ് വൺ, വൈ ദി ഈറ്റ് പാർട്ട് ഈ ഒരു റെസൊല്യൂഷനിൽ. സോ ഇഫ് യു നോ മീ, എൻ്റെ കണ്ടൻറ്റ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ, ഞാൻ കൂടുതലും ഫുഡ് ബ്ലോഗാണ് ചെയ്യാറ്. ഞാൻ പുറത്തു പോയിട്ട് കുറേ സാധനങ്ങൾ ട്രൈ ചെയ്യും. ഡെസേർട്സ്, സ്പൈസി ഫുഡ്, നൂഡിൽസ്, ജാപ്പനീസ്, മെയിൻലി പുറത്തുള്ള ക്യുസീൻ. സോ ഇൻ ദാറ്റ് കേസ് ഞാനൊരു ഫുഡ് ബ്ലോഗർ പോലെ ഇങ്ങനെ നടക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ ഞാൻ ഡയറ്റ് കൺട്രോൾ ചെയ്യും? സോ ഇവിടെയാണ് 2 കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഈസ് ആക്ച്വലി ടു ടേക്ക് എ ബ്ലഡ് ടെസ്റ്റ്. നൗ വൈ എ ബ്ലഡ് ടെസ്റ്റ്? നമ്മുടെ ഫീലിങ്സ് മാത്രം നടക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഓക്കെ നമുക്ക് ഫാറ്റ് കുറയ്ക്കാം, പ്രോട്ടീൻ കൂട്ടാം, ഒരു കാലറിക് ഡെഫിസിറ്റിലായ നമ്മുടെ ബോഡി മെറ്റബോളൈസേഷൻ നടത്തി നമ്മുടെ എനർജീസൊക്കെ സെറ്റാക്കുന്നു. ഒരു കണക്കിന് ശരിയാണ്, അത് ചെയ്താൽ തന്നെ കുറേ തടിയും അത് കാര്യങ്ങളൊക്കെ കുറയും, കുറച്ചും കൂടെ ഹെൽത്തി ആവും ബോഡി. പക്ഷേ നമുക്ക് ഒരിക്കലും മനസ്സിലാവാത്ത കുറേ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ തല ഭയങ്കര ഫോഗിയാണോ? നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തോട്ട്സ് കിട്ടാറുണ്ടോ? നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പർ സ്ലീപ്പ് കിട്ടുന്നുണ്ടോ? സ്ട്രെസ് ഇൻഡ്യൂസ് ആവുന്നുണ്ടോ? നിങ്ങൾക്ക് അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ കുറേ കാര്യങ്ങൾ, ലൈക്ക് ഒരു വലിയൊരു അംബ്രലയുടെ അകത്താണ് ഡയറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം. ആൻഡ് അതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ ബോഡിക്കുള്ളിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ട്, അതൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയേണ്ടതാണ്. സോ ഏതൊരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് പോയാലും അവർ ആദ്യം ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കുക. ആ ബ്ലഡ് ടെസ്റ്റിൽ നിന്ന് മനസ്സിലാവും നിങ്ങളുടെ ലിപ്പിഡ് ലെവൽ, കൊളസ്ട്രോൾ ലെവൽ, ഷുഗർ ലെവൽ എല്ലാം അവർക്ക് നല്ല വ്യക്തമായി കാണാൻ പറ്റും. സോ ഇത് ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ വിൽ ഡു. നാളെ തന്നെ, ഇപ്പം നെക്സ്റ്റ് ഡേ കാണാൻ പോകുന്ന വ്ളോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നതാണ്. ഞാൻ 1-ാം തീയതി തന്നെ പോയി ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കുക. 2026 ഐ എം സ്റ്റാർട്ടിങ് വിത്ത് എ വെരി ബാഡ് ന്യൂസ്. ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ടാണ്. നൗ ഐ നോ ആ ബ്ലഡ് ടെസ്റ്റിൽ നിന്ന് എന്താ വരാൻ പോണേന്ന്. ഐ നോ എനിക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും, ഷുഗർ ഉണ്ടാവും, ഹൈ കൊളസ്ട്രോൾ ആയിരിക്കും, എൻ്റെ ലിപ്പിഡ് വാല്യൂസ് ഒക്കെ ത്രൂ ദ റൂഫ് ആയിരിക്കും. ബട്ട് ഐ നീഡ് ടു സീ ദാറ്റ്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇലിവിലിയായിട്ട് ഇങ്ങനെ നടന്ന അലമ്പാവുള്ളൂ. കാരണം എനിക്കിപ്പം തന്നെ ഐ ഫീൽ സോ ബാഡ് അബൌട്ട് മൈ സെൽഫ്.
സോ അങ്ങനെ സിറ്റുവേഷനിൽ ദ ബെസ്റ്റ് തിങ് ഐ ക്യാൻ ഡു എന്ന് വെച്ചാൽ എൻ്റെ ഒരു പേപ്പറിൽ എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വച്ച് തരുക, എടാ നീ അൺഹെൽത്തി ആണ്. അതിനും വലിയൊരു മോട്ടിവേഷൻ വേറെ എനിക്ക് കിട്ടും തോന്നാറില്ല. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ ഡു. Now the second which I will try to do, I'm not sure, but അത് രണ്ട് രീതി ഞാൻ ചെയ്യും. സോ the second thing I'm doing for the eat part, ഇതിപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ eat പാർട്ടിന് വേണ്ടി ചെയ്യുന്നതാണ്. I'm actually going to go to a dietitian. Now I haven't done this before. Dietitians are freaking expensive. So അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ബട്ട് നമ്മുടെ ഡയറ്റ്സ് ഭയങ്കര ഇഷ്യൂ ആണ്. ദ തിങ്സ് ദാറ്റ് വി ഈറ്റ്, ഇപ്പോൾ നമ്മൾ റൈസ് കുറേ കഴിക്കുന്ന ഒരു പോപ്പുലേഷനാണ്. ആൻഡ് വി ഹാവ് ദി ഹയസ്റ്റ് ഡയബറ്റീസ് ഐ ബിലീവ് ഇൻ ദ വേൾഡ്, ഓ നെക്സ്റ്റ് ടു ലൈക്ക് അമേരിക്കൻ, ചൈന. അങ്ങനെ ഹൈ ഷുഗർ ലെവൽസ്, ഹൈ ഡയറ്ററി റിക്വയർമെൻറ്റ്സ്, നീഡ്സ് ഉള്ളത്, ഏറ്റവും കൂടുതൽ ഫുഡ് കഴിച്ചിട്ടും ഏറ്റവും കൂടുതൽ മാൽന്യൂട്രീഷൻ ഉള്ളത്, ഇറ്റ് വുഡ് ബി അസ് ഇഫ് വി ലുക്ക് അറ്റ് ദ സ്റ്റാറ്റിസ്റ്റിക്സ്. നൗ ഇൻ ദീസ് സിറ്റുവേഷൻസ് നമ്മൾ വീട്ടിലത്തെ ഫുഡ് കഴിച്ചാൽ തന്നെ പകുതി മാറും, ഐ നോ. ബട്ട് എൻ്റെ വീട്ടിൽ നോൺ വെജ് അധികം വയ്ക്കാറില്ല. വി ആർ മോസ്റ്റ്ലി വെജിറ്റേറിയൻസ്. എന്നുവെച്ചാൽ ഞാൻ വെജിറ്റേറിയൻ ആണെന്നല്ല, എൻ്റെ അമ്മ മാത്രം വെജിറ്റേറിയൻ. ബട്ട് ഞങ്ങളങ്ങനെ നോൺ വെജ് കഴിക്കാറില്ല. കഴിക്കുകയാണെങ്കിൽ തന്നെ പുറത്തുനിന്ന് മേടിച്ചിട്ടാണ്. അങ്ങനെ ഒരു വീട്ടിൽ എങ്ങനെയാണ് എൻ്റെ പ്രോട്ടീൻ, എങ്ങനെയാണ് എൻ്റെ കാർബോഹൈഡ്രേറ്റ്സ്, എങ്ങനെയാണ് എൻ്റെ ഫാറ്റ്, അതെല്ലാം പ്രോപ്പറായിട്ട് അറിഞ്ഞ്, ഒപ്പം ഞാൻ ഫുഡ് ബ്ലോഗും കൂടെ ചെയ്യുമ്പോൾ മിക്കപ്പോഴും ഒരാഴ്ചയിൽ 4-5 പ്രാവശ്യം പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം. അങ്ങനെ ഒരാൾക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? സോ നമ്മൾ ബാക്കി എല്ലാ കാര്യത്തിനും വേറെ ആൾക്കെടുത്തുമ്പോൾ, ഫിസിക്സ് പഠിക്കാൻ, കെമിസ്ട്രി പഠിക്കാൻ, എന്ത് പഠിക്കാനും നമ്മളൊരു ട്രെയിനറിൻ്റെ അടുത്തോ ഒരു പ്രൊഫസറിൻ്റെ അടുത്തോ പോകുന്ന പോലെ, ഇൻ ദിസ് കേസ്, ഇൻ മൈ ഹെൽത്തിൻ്റെ കേസിൽ ഐ എം ഗോയിങ് ടു എ ഡയറ്റീഷ്യൻ. I know it's going to be really freaking expensive and എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ തള്ളയ്ക്ക് വിളിക്കും, ബട്ട് ഐ ഹാവ് ടു. സോ ഫോർ ദ ഫസ്റ്റ് പാർട്ട്, ഈ ഈറ്റ് പാർട്ടിന് വേണ്ടി, those are the things that I'm doing. So I'm going to a dietitian and I'm also taking a blood test as well. Okay, so the second thing I'm doing for my diet, the second thing that I'm doing for my health and the well-being, iPhone. The second thing that I'm doing to make sure in the 2026 goes way better than 2025 is exercise. Now, ഞാൻ ജിമ്മിൽ കൊടുത്തേക്കുന്ന പൈസ ഉണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു വീട് വയ്ക്കാൻ പറ്റും. അത്രയും പൈസ ഞാൻ കൊടുത്ത് ഞാൻ പോകാതിരുന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 1 മാസം കംപ്ലീറ്റ് ആയിട്ട് പോയി. പക്ഷേ ഡിസംബറിൽ ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആൻഡ് ഐ ഹാഡ് ടു സ്റ്റോപ്പ് എ ലോട്ട് ഓഫ് തിങ്സ്. ഞാൻ ഡാൻസിന് പോകുമായിരുന്നു, ഞാൻ ജിമ്മിൽ പോകുമായിരുന്നു, എനിക്ക് കുറേ എക്സ്ട്രാ കരിക്കുലർ തിങ്സ് എന്താ, ഞാൻ ഗിറ്റാർ വയ്ക്കാൻ പോകുമായിരുന്നു. എല്ലാം ഞാൻ നിർത്തി, കാരണം എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ട്. Now 2026 I can get cheaper gyms here, വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാം. സോ ഫോർ ദി എക്സസൈസ് there are two things that I'm planning to do. ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും ഞാൻ എന്താ സാധനം വളരെ സിമ്പിളാക്കുക, വളരെ സിമ്പിളാക്കുക. സോ ദ 2 things that I'm doing for my exercise is, ഫസ്റ്റ്, തൊട്ടടുത്തുള്ള ജിമ്മിൽ പോകണം. ഇത് നേരത്തെ ഞാൻ പോയിക്കൊണ്ടിരുന്ന ജിം തന്നെയാണ്. എൻ്റെ തൊട്ടടുത്ത് H&H എന്നൊരു ജിമ്മുണ്ട്. എക്സ്പെൻസീവ്, യെസ്, ഒരു സെലിബ്രിറ്റി ജിം പോലെയാണ്. ബട്ട് ആ ജിമ്മിൽ വരുന്നവർക്കറിയാം ഇപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനും കൂടെ ഉണ്ട്. ബട്ട് ദ ഫസ്റ്റ് തിങ് ഈസ് ഗോയിങ് ടു ദ ജിം. Now I don't want to do it. The second thing is waking up early. ഞാൻ എൻ്റെ കരിയറിൽ 6 മണി കണ്ടേക്കുന്നത് ഒരു 5-6 ആവശ്യമായിരിക്കും. അതുപോലെ സൺറൈസ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണോ. ഐ ഡോണ്ട് വേക്കപ്പ് ഏർലി. എനിക്കത് പറ്റില്ല. ഞാൻ എത്രയൊക്കെ ശ്രമിച്ചാലും, ഇതിപ്പോൾ ഞാൻ ഇന്ന് ഉറങ്ങും എന്ന് പറഞ്ഞ് നിന്നിട്ട് ഇപ്പോൾ 11 മണി, എനിക്ക് പറ്റില്ല. ഞാൻ ഉറങ്ങുന്ന ഒരാളല്ല. രാത്രി ഒരു 3 മണി 4 മണിക്ക് ഞാൻ കിടന്നുറങ്ങണം. ബട്ട് ഐ ഹാവ് ടു ചേഞ്ച് ദാറ്റ്. കാരണം വൈകുന്നേരങ്ങളിലാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്, വൈകുന്നേരങ്ങളിലാണ് ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത്. സോ വൈകുന്നേര സമയത്ത് ഐ റിയലി ഡോണ്ട് ഹാവ് എനി ടൈം.
ബാക്കിയുള്ളവർ നിനക്ക് അറ്റ്ലീസ്റ്റ് 30 പോലും നിൽക്കില്ല. 6 മണിക്ക് എൻ്റെ വർക്ക് കഴിയും. 6 മണി 6:30 വരെ ലൈറ്റുള്ളൂ. പിന്നെ സൺസെറ്റാണ്. ആ സമയത്തെ എനിക്ക് പുറത്തിറങ്ങി ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേക്കാൻ പോവാം. ഫ്രണ്ട്സെ, കേൾക്കുകയാണെങ്കിൽ ഐ എം റിയലി സോറി. ഞാൻ ഇനി നൈറ്റ് ഔട്ട്സൊക്കെ 2026 വളരെ കുറവായിരിക്കും. ഞാൻ ഗിറ്റാർ വായിക്കാൻ പോകുന്നതും കുറയുവാണ്. സോ ചായ കണക്ഷൻസ് മിസ് യു ഗൈസ്, ബട്ട് ഐ ഹാവ് ടു ഡു ദിസ്. കാരണം എൻ്റെ ഹെൽത്ത് ഈസ് ആക്ച്വലി അറ്റ് ദ വീക്കസ്റ്റ് റൈറ്റ് നൗ. സോ 2026 I'll sleep early. So just 2 things. One is going to work out, going to exercise. Even just 30 minutes ആണെങ്കിൽ പോലും ഡെയിലി വർക്കൗട്ട് ചെയ്യുക. ഡെയിലി, ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാതെ. And second thing is waking up early. So these are the 2 things that I'm doing for the exercise part. Okay, so the final thing that I'll be doing to improve 2026 is to explore. ഇനി എക്സ്പ്ലോർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നൊരു കാര്യമുണ്ടാകും. ഞാൻ കുറേ ഇൻ്റർനാഷണൽ ട്രിപ്സൊക്കെ ഞാൻ ഇങ്ങനെ പറന്നു പോകും, ഞാൻ അവിടെ പോകും, വെള്ളച്ചാട്ടം കാണും, അത് കാണും, ഇത് കാണും. അതൊന്നുമല്ല. സോ അതൊക്കെ മാച്ചള. എക്സ്പ്ലോർ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എക്സ്പ്ലോറിങ് ഹൂ ഐ ആം എന്ന് വെച്ചാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ക്രിഞ്ചായിട്ട് തോന്നും. കാരണം നമ്മൾ ആരും സംസാരിക്കാത്തൊരു രീതിയാണ് എക്സ്പ്ലോർ വൺ സെൽഫ് എന്നൊക്കെ എന്തൊക്കെയാണ്. But I just want to explain. So if it is boring, skip to this point where a video തീരുന്ന സ്ഥലമാണ്. But if you want to listen, I'll be more than happy to provide the explanation. So what do I mean by explore? So ഞാൻ ആക്ച്വലി തെറപ്പിക്ക് പോയിട്ടുണ്ട് ഫോർ എ ലോങ് ടൈം. 2 തെറപ്പിസ്റ്റ് ഉണ്ട്. ആൻഡ് റൈറ്റ് നൗ ഐ എം നോട്ട് സീയിങ് എനി ഓഫ് ദം. അതിന് റീസൺ ഉണ്ട്. ഐ വിൽ ഗെറ്റ് ടു ദാറ്റ്. ഞാൻ ആക്ച്വലി തെറപ്പിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. ഐ ക്വിറ്റ്. So if the therapist is watching, it's not because of you. എനിക്ക് തെറപ്പി എന്തോ വർക്ക് ചെയ്യുന്നില്ല. ഫോർ മീ ദിസ് ഇസ് തെറപ്പി. വാട്ട് ഐ എം ഡൂയിങ് ഹിയർ, അതാണ് എൻ്റെ തെറപ്പി. സോ ഐ ഹോപ്പ് ദർ ഇസ് നോ ഹാർഡ് ഫീലിങ്സ് ദ. ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ച് പറയാം ഇത് ആഫ്റ്റർ സം ടൈം. ബട്ട് ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ ബോത്ത് ഓഫ് യു. എൻ്റെ ഒരു റിയലി ബാഡ് ടൈമിൽ നിന്ന് എന്നെ കരകയറ്റിയതാണ്. ബട്ട് ഐ ഡു ബിലീവ് ദിസ് ഇസ് സംതിങ് ദറ്റ് ഐ നീഡ് ടു ഡു ബൈ മൈ സെൽഫ്. സോ ദാറ്റ്സ് വൈ ഇതാണ് ഞാനിപ്പോൾ തെറപ്പി എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. നൗ ഗോയിങ് ബാക്ക് ടു എക്സ്പ്ലോറും കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എന്നെക്കുറിച്ച് ഞാൻ കൂടുതൽ മനസ്സിലാക്കാം. കാരണം ഇപ്പോൾ എൻ്റെ ലൈഫ് എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും എണീക്കും, വർക്ക് ചെയ്യും, വീട്ടിൽ ചുമ്മാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും, ഇൻസ്റ്റയിൽ കുറേ നേരം സ്ക്രോൾ ചെയ്യുക, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പോയി ഫുഡ് കഴിക്കുക, തിരിച്ചു വരാം. എനിക്കൊരു ജീവിതമുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതമുള്ളൂ. ആൻഡ് ഇങ്ങനെയാണോ അത് ജീവിക്കേണ്ടത്? So that's why I'm actually thinking of exploring who I am. ഇപ്പോൾ എൻ്റെ ഒരു ഹോബിയാണ് നിങ്ങളെ കാണുന്നത്. എൻ്റെ അടുത്ത ഹോബിയാണ് ഇത്. എനിക്കങ്ങനെ കുറേ ഹോബീസ് ഉണ്ട്. ഞാൻ പണ്ട് ആർട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. ഞാൻ കുറേ ഡ്രോയിങ്സ് ചെയ്യുമായിരുന്നു, പെൻസിൽ നിബ് ആർട്ട് ചെയ്യുമായിരുന്നു, ഞാൻ മാർഷൽ ആർട്സ് ചെയ്യുമായിരുന്നു. ബട്ട് ഇപ്പം എന്നെ കണ്ടതിന് ഒരു മാർഷ്മെല്ലോ പോലെ ഇരിക്കുന്നത്. ഇതെല്ലാം ലൈഫിലൊരു ബാക്ക് സ്റ്റേജ് എടുത്ത് ഞാനിപ്പോൾ ഒരു നോർമൽ വർക്കിംഗ് പേഴ്സണായി മാറി. ബട്ട് അഡൽട്ട്ഹുഡ് ഈസ് നോട്ട് ദാറ്റ്. Adulthood is not removing all your hobbies. Adulthood is finding ways to get back to your hobbies. അതാണ് എൻ്റെ ഒരു വ്യൂ. സോ ഫോർ ദാറ്റ് what I am trying to do is 2026 I am bringing back almost every single hobby I had. So guitar is one of them. So അന്ന് രാത്രിയാണ് ഗിറ്റാർ വായിക്കാൻ പോകണം. but I'm going to skip that. ഡെയിലി എൻ്റെ ലൈഫിൽ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് I'm doing that. Second, I used to do magic. ബീറ്റാമെക്കിനെ കോപ്പി അടിക്കുന്നതല്ല. ഐ ഓൾവേസ് ഹാവ് എ ഡെക്ക് ഓഫ് കാർഡ്സ് വിത്ത് മീ. ഞാൻ പണ്ട് മാജിക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മറ്റേ മാജിക് കിറ്റ്സ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. സോ മാജിക് ചെയ്യാനല്ല, ബട്ട് കാർഡ്സ് വെച്ച് കാർഡിസ്ട്രി ചെയ്യുക. സോ ഇഫ് യു ഡോണ്ട് നോ വാട്ട് കാർഡിസ്ട്രി ഈസ്, ഇറ്റ്സ് പ്ലേയിങ് വിത്ത് എ ഡെക്ക് ഓഫ് കാർഡ്സ്. അവർ പ്രത്യേക രീതി ഷഫിൾ ചെയ്യലും കാര്യങ്ങളൊക്കെ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഗെറ്റിംഗ് ബാക്ക് ടു ദാറ്റ്, ഗെറ്റിംഗ് ബാക്ക് ടു മാർഷൽ ആർട്സ്, വർക്കൗട്ട്സ്, ഓൾ ദാറ്റ് തിങ്സ്. സോ ഇൻ എ വേ എക്സ്പ്ലോറേഷൻ എന്ന് പറയുമ്പോൾ അതാണ്. ആൻഡ് ഫുഡ് എക്സ്പ്ലോറേഷൻ ആൻഡ് ട്രാവൽ എക്സ്പ്ലോറേഷൻ ടു. ഇനി വരുന്ന 2026 നിങ്ങൾ ലോകം മൊത്തം കാണിക്കാനുള്ളൊരു ഉദ്ദേശമുണ്ട്. ഓൾമോസ്റ്റ് എവറി 2 to 3 months I'll go on a trip. I'll show you guys around. I'll save my money for that. വീട്ടുകാരെ ഞാൻ പൈസയൊക്കെ സേവ് ചെയ്തിട്ടേ പോവുള്ളൂ, അല്ലാതെ ഉടായ്പ കാണിച്ചൊന്നല്ല പോണേ. ബട്ട് യാ,
there will be a lot of trips, there will be a lot of food, there will be a lot of things to watch. ബട്ട് ഒരു ഡിഫറെൻറ്റ് ലെൻസിലായിരിക്കും. ഒരു ട്രിപ്പ് പോകുന്ന പോലെ അല്ലെങ്കിൽ ഒരു ട്രാവൽ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്ന പോലെ ഒന്നല്ല. ഞാൻ പോകുമ്പോൾ ഞാൻ അവിടെ ഒരാഴ്ച നിന്ന് അവിടുത്തെ ലോക്കൽസായിട്ട് സംസാരിച്ച് അവിടെ തനി ലോക്കൽ ഫുഡ് വരെ കഴിച്ച് വരുന്ന ഒരു പദ്ധതിയാണ് എൻ്റെ. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി ഫോളോ. ബട്ട് ദാറ്റ് ഈസ് മൈ തേർഡ് വേ ഓഫ് ഇംപ്രൂവിങ് മൈ ലൈഫ് ഇൻ 2026. ഇതിനകത്ത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ ഇത്ര കണ്ടൻറ് ഇടും, ഇത്ര ഫോളോവേഴ്സ് ആക്കും, കാരണം അതൊന്നുമല്ല എൻ്റെ ഉദ്ദേശം. ഈ ഡെയിലി വ്ളോഗും കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അതെൻ്റെ ജേർണൽ മാത്രമാണ്. ഇതുകൊണ്ട് പൈസ ഒരു ജീവിതത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഐ എം ഹാപ്പി, ഐ വോണ്ട് സേ നോ ടു ദാറ്റ്. ബട്ട് ഇതിൻ്റെ ഉദ്ദേശമല്ല. ഇതിനകത്ത് ഞാൻ മോണിറ്റൈസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ മാക്സിമം ചെയ്യാതിരിക്കാനും നോക്കുന്നുണ്ട്. അതുകൊണ്ട് ആകെ കുറച്ച് അഫിലിയേറ്റ് ലിങ്ക്സ് ഉണ്ട്, അതെന്തായാലും ആരും തൊടാനും പോകണില്ല. ബട്ട് ഈ ഒരു സാധനം ഞാൻ തുടങ്ങിയത് എനിക്ക് എൻ്റെ ലൈഫ് ജേർണൽ ചെയ്യാൻ. ഭാവിയിൽ ഒരു ദിവസം ഞാൻ ഓർമ്മ പോവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വരുവാണെങ്കിൽ എനിക്ക് ഈ ഒരു സാധനമുണ്ട്. ഭാവിയിൽ എനിക്ക് ദൈവം സഹായിച്ച പിള്ളേരോ അല്ലെങ്കിൽ എൻ്റെ അനിയൻ വളർന്നു വരുമ്പോഴോ ഈ ഒരു വീഡിയോസൊക്കെ കണ്ട് അവന് ഓക്കെ ചേട്ടൻ ജീവിച്ച ജീവിതം ഇതാണ് എന്ന് കാണാൻ ആ ഒരു ഇതാണ്. നമ്മളൊക്കെ പണ്ട് ഒരു അച്ഛൻ്റെയോ അപ്പൂപ്പൻ്റെയോ ഒക്കെ ഡയറി എവിടെ നിന്നാണ് കിടന്ന് കിട്ടി, ആ ഡയറി കൂടെ നോക്കുമ്പോൾ 1975 ഞാൻ ഇന്ന സ്ഥലത്ത് പോയി, ഇന്നത് ചെയ്തു, ഇന്ന ആളെ കണ്ടു, ഇന്നത് സംസാരിച്ചു, അങ്ങനെയൊക്കെ വായിക്കുമ്പോൾ ആ പേപ്പർ ഓരോന്ന് നീക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തോന്നാറില്ലേ? ആ ഫീലാണ് ഞാൻ എൻ്റെ വ്ളോഗിൽ നിന്ന് കൊടുക്കാൻ നോക്കുന്നത്. ഒരു പേഴ്സൺ ഇത് ഭാവിയിൽ എന്തെങ്കിലും എടുത്ത് നോക്കുമ്പോൾ കുറേ പ്രാങ്ക് ചെയ്തോ അല്ലെങ്കിൽ കുറേ സ്കിറ്റ് ചെയ്തോ നടക്കുന്നൊരു പയ്യനല്ല. someone who's really genuinely trying to document their life. കൂടുതൽ ഫാൻസി എഡിറ്റ്സ് ഇല്ല, കൂടുതൽ അലമ്പത്തരമൊന്നും കാണിക്കണില്ല. പണിയെടുക്കുക, ആ പൈസ വെച്ച് ലോകം കാണാൻ നോക്കുക, സ്വന്തം ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. അങ്ങനത്തെ ഒരാളാണ്, അതാണ് എൻ്റെ ഉദ്ദേശം. സോ അഗെയിൻ ഐ ഡു ബോറിങ് കണ്ടൻറ്റ്. ഞാൻ വളരെ വളരെ ബോറിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റ് ചെയ്യുന്നത്. ബട്ട് ദാറ്റ് ഈസ് മീ. So that's what I'm trying to incorporate here. So if you like content like that and if you like this New Year resolution, definitely follow the 3 E's: eat, exercise and explore. So if you like all that, if you like the content that I'm posting, definitely hit that subscribe, hit the like button and comment what your New Year resolution is. So 2025 കഴിഞ്ഞിരിക്കുകയാണ്, 2026 is here and I'll see you in 2026.